വഖഫ് നിയമ ഭേദഗതി ബില്ലിന് ഔപചാരികമായി അംഗീകാരം നൽകുന്നതിനുള്ള യോഗം ഡൽഹിയിൽ അല്പസമയത്തിനകം ചേരും. റിപ്പോർട്ട് ലോക്സഭാ സ്പീക്കർക്ക് സമർപ്പിക്കുമെന്ന് അധ്യക്ഷൻ ജഗദാംബിക പാൽ വ്യക്തമാക്കി. ബില്ലിലെ വിവാദ വ്യവസ്ഥകളടക്കം 14 ഭേദഗതികൾ വരുത്താൻ സമിതി അനുമതി നൽകി. വിനീത VG വിശദാംശങ്ങളുമായി. വിനീത, പ്രതിപക്ഷത്തിന്റെ വലിയ എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. അതിനിടെയാണിപ്പോൾ ഈ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുജത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ കരട് റിപ്പോർട്ട് അംഗീകരിച്ചിട്ടുണ്ട്. കരട് റിപ്പോർട്ട് JPC അംഗീകരിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ കരട് റിപ്പോർട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ അംഗങ്ങൾക്ക് വിയോജിപ്പും മറ്റ് അവരുടെ അഭിപ്രായങ്ങളും അറിയിക്കാൻ ഇന്ന് വൈകിട്ട് 4 മണിവരെയും സമയം അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ 14 വ്യവസ്ഥകളിൽ ഈ ഭേദഗതികൾ വരുത്താനായിരുന്നു സമിതിയുടെ ഒരു അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നത്, അനുമതി നൽകിയിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഏതാണ്ട് 44 ഭേദഗതികളിൽ മാറ്റം വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. വലിയ പ്രതിഷേധമടക്കം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും പ്രതിപക്ഷത്തിന്റെ ഈ ആവശ്യങ്ങളൊക്കെ വോട്ടിലേക്ക് കൊണ്ടുവരികയും ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് പിന്നീട് അത് തള്ളുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വിവാദ വ്യവസ്ഥകളിൽ ഭൂരിഭാഗവും നിലനിർത്തിക്കൊണ്ടുള്ളതാണ് ഈ കരട് റിപ്പോർട്ടെന്നാണ് നമുക്ക് പ്രാഥമികമായും ലഭ്യമായിരിക്കുന്ന വിവരം. അതായത് ഈ വഖഫ് സ്വത്തുക്കൾ സർവേ നടത്തി നിർണ്ണയിക്കാനുള്ള അവകാശം വഖഫ് കമ്മീഷണർമാരിൽ നിന്നും ജില്ലാ കളക്ടർമാർക്ക് മാറ്റി നൽകുന്നതിനടക്കമുള്ള ചില വ്യവസ്ഥകൾ ഈ കരട് റിപ്പോർട്ടിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷം ചില മാറ്റങ്ങൾ വേണമെന്ന്, ഭേദഗതികൾ വേണമെന്നും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കരട് റിപ്പോർട്ടിന് അംഗീകാരം നൽകിയിരിക്കുന്നുവെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ അംഗങ്ങൾക്ക് വിയോജിപ്പും അവരുടെ അഭിപ്രായങ്ങളും അറിയാൻ ഇന്ന് വൈകിട്ട് 4 മണിവരെ സമയം അനുവദിച്ചിട്ടുമുണ്ട്. ഒപ്പം തന്നെ ഈ റിപ്പോർട്ട് സ്പീക്കർക്ക് ഇന്ന് സമർപ്പിക്കുമെന്നാണ് അധ്യക്ഷൻ ജഗദാംബിക പാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അംഗങ്ങൾക്ക്, പ്രതിപക്ഷ അംഗങ്ങൾക്കുൾപ്പെടെ അവരുടെ വിയോജിപ്പും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ പറയാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അനുജ, ശരി. വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട കരട് റിപ്പോർട്ട് സംയുക്ത പാർലമെന്ററി സമിതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്ന് വൈകിട്ട് 4 മണിവരെ വിയോജിപ്പ് അറിയിക്കാൻ അംഗങ്ങൾക്ക് സമയം അനുവദിച്ചിട്ടുണ്ട്. ലോക്സഭാ സ്പീക്കർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നതാണ് അധ്യക്ഷൻ ജഗദാംബിക പാൽ വ്യക്തമാക്കിയത്.